Good evening once again, dear students. Welcome to a lecture series of quantum mechanics. കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ കമ്മ്യൂട്ടേഷൻ റിലേഷനും ആംഗുലർ മൊമെൻറ്റവും റൊട്ടേഷൻ ഓപ്പറേറ്ററുമായിട്ടുള്ള കണക്ഷനുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അതിൽ നമ്മൾ പ്രധാനമായും ഡിസ്കസ് ചെയ്ത് നമ്മളൊരു ആർബിട്രറി സ്റ്റേറ്റ് നമ്മൾ കൺസിഡർ ചെയ്തു, കെറ്റ് ആൽഫ. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊസിഷൻ സ്പേസ് വേവ് ഫംഗ്ഷനെ നമ്മൾ ബ്ര എക്സ് പ്രൈം വൈ പ്രൈം സെഡ് പ്രൈം ആൽഫ എന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തു. ഒരു ഡെൽറ്റ ഫൈ റൊട്ടേഷൻ, ഇൻഫിനിറ്റ്സിമൽ റൊട്ടേഷൻ എബൌട്ട് സെഡ് ആക്സിസ് നടത്തുമ്പോൾ എങ്ങനെയാണ് പൊസിഷൻ സ്പേസ് വേവ് ഫംഗ്ഷൻ വേരി ചെയ്യുന്നത് എന്ന് നമ്മളിങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തു ഈ ഒരു ഓപ്പറേറ്റർ വെച്ചിട്ട്. 1 മൈനസ് ഐ ഡെൽറ്റ ഫൈ ഡിവൈഡ് ബൈ എച്ച് ക്രോസ് എൽ സെറ്റ് എന്നുള്ള രൂപത്തിൽ. അപ്പോൾ നമുക്ക് ബിഫോർ റൊട്ടേഷൻ എന്ന് പറയുന്നത് കെറ്റ് എക്സ് പ്രൈം വൈ പ്രൈം സെഡ് പ്രൈം ആണ്. ആഫ്റ്റർ റൊട്ടേഷൻ എന്ന് പറയുന്നത് കെറ്റ് എക്സ് പ്രൈം പ്ലസ് വൈ പ്രൈം ഡെൽറ്റ ഫൈ മൈനസ് വൈ പ്രൈം മൈനസ് ഡെൽറ്റ ഫൈ എക്സ് പ്രൈം സെഡ് പ്രൈം കെറ്റ് ആൽഫ എന്നത്. അതായത് എക്സ് പ്രൈമും വൈ പ്രൈമിനും ചേഞ്ച് വരുന്നു, സെഡ് പ്രൈമിന് വ്യത്യാസം വരുന്നില്ല. അപ്പോൾ ആഫ്റ്റർ റൊട്ടേഷൻ നമുക്ക് ഇങ്ങനെ പൊസിഷൻ സ്പേസ് വേവ് ഫംഗ്ഷൻ്റെ റൊട്ടേറ്റ് ചെയ്യപ്പെട്ട പൊസിഷൻ സ്പേസ് വേവ് ഫംഗ്ഷൻ നമുക്ക് ഇങ്ങനെ, ദിസ് ഈസ് ദ റൊട്ടേറ്റഡ് വേവ് ഫംഗ്ഷൻ, ദിസ് ഈസ് ദ അൺറൊട്ടേറ്റഡ് വേവ് ഫംഗ്ഷൻ അബൌട്ട് സെഡ് ആക്സിസ്. ക്ലിയർ? ദെൻ വി ക്യാൻ സേ നമ്മളിപ്പോൾ ഉപയോഗിച്ച പൊസിഷൻ സ്പേസ് വേവ് ഫംഗ്ഷൻ നമ്മൾ ഉപയോഗിച്ച സിമ്പിൾ എന്ന് പറയുന്നത് ബ്ര എക്സ് പ്രൈം വൈ പ്രൈം സെഡ് പ്രൈം ആൽഫ എന്നാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്തത്. കുറച്ചുകൂടി സിംപ്ലിഫൈഡ് ആയിട്ടുള്ള രൂപത്തിൽ നമ്മൾ ഈ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നിന്ന് നമ്മളുടെ പ്രോബ്ലത്തിനെ നമ്മൾ സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ്സിലേക്ക് മാറ്റാൻ പോവാണ്. സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ ആർ തീറ്റ ഫൈ എന്നുള്ള രൂപത്തിലാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പൊസിഷൻ സ്പേസ് വേവ് ഫംഗ്ഷനെയും ആർ തീറ്റ ഫൈയുടെ രൂപത്തിൽ റെപ്രസെൻ്റ് ചെയ്യാം. ഇങ്ങനെ സ്പെസിഫൈ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ലളിതമായിട്ടുള്ള റെപ്രസെൻറ്റേഷൻ. ഓക്കെ, അതിനെ ഇങ്ങനെയും റെപ്രസെൻ്റ് ചെയ്യാം. എക്സ് പ്രൈം ആൽഫ, ഈ കെറ്റ് എക്സ് പ്രൈം എന്ന് പറഞ്ഞാൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇറ്റ് മേ ബി കെറ്റ്, ഇറ്റ് ഈസ് ആക്ച്വലി കെറ്റ് എക്സ് പ്രൈം വൈ പ്രൈം സെഡ് പ്രൈം. അതിന് പകരമാണ് ഞാൻ കെറ്റ് എക്സ് ബാർ പ്രൈം എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതായത് ഇവിടെ എക്സ് എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത് പൊസിഷനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇറ്റ് ഹാസ് ഗോട്ട് 3 കമ്പോണൻസ്. അപ്പോൾ ചില സമയത്ത് നമ്മൾ ഇങ്ങനെ ഒരു റെപ്രസെൻറ്റേഷൻ നടത്തും, ഇതിന് പകരം ഇങ്ങനെ ഉപയോഗിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ഉപയോഗിക്കും. ഇതൊക്കെ സിമിലർ ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ഒരേ കാര്യം തന്നെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സിംപ്ലിസിറ്റിക്ക് വേണ്ടി നമുക്ക് ഏറ്റവും ലളിതമായിട്ട് ഇങ്ങനെ എഴുതാം, ബ്ര എക്സ് പ്രൈം ആൽഫ അല്ലെങ്കിൽ ബ്ര ആർ തീറ്റ ഫൈ ആൽഫ. അപ്പോൾ ഒരു കാര്യം മാത്രം നമുക്ക് ഇതിൽ ചെയ്യേണ്ടത്, നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത ആംഗുലർ മൊമെൻറ്റം ഓപ്പറേറ്റേഴ്സൊക്കെ നമുക്ക് സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ്സിലേക്ക് റീറൈറ്റ് ചെയ്ത് എഴുതേണ്ടി വരും. ഓക്കെ, അപ്പോൾ അത് എഴുതുന്നതിന് മുമ്പായിട്ട് നമുക്ക് എഴുതിയ ഇക്വേഷൻ നമ്പർ 21, ഇതിന് ഇക്വേഷൻ നമ്പർ 22 എന്ന് എടുക്കുക. ഫ്രം ഇക്വേഷൻ നമ്പർ 21 നമ്മൾ എഴുതിയത്, നമുക്ക് ഇക്വേഷൻ നമ്പർ 20 ബ്ര എക്സ് പ്രൈം വൈ പ്രൈം സെഡ് പ്രൈം ആൽഫ എന്ന് പറയുന്നത് ബ്ര ആർ തീറ്റ ഫൈ ആൽഫ എന്ന് റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, ബ്ര ആർ തീറ്റ ഫൈ ബ്രാക്കറ്റ് 1 മൈനസ് ഐ ഡെൽറ്റ ഫൈ ഡിവൈഡഡ് ബൈ എച്ച് ക്രോസ് എൽ സെറ്റ് കെറ്റ് ആൽഫ ഈസ് ഈക്വൽ ടു ബ്ര ആർ തീറ്റ ഫൈ. ഞാൻ ഇതിനൊന്ന് എക്സ്പാൻഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ അതിങ്ങനെ വരും, ബ്ര ആർ തീറ്റ ഫൈ ആൽഫ എന്ന് വരും. മൈനസ് ഐ ഡെൽറ്റ ഫൈ ഡിവൈഡഡ് ബൈ എച്ച് ക്രോസ് പുറത്തേക്ക് എടുക്കുക. സോ ബ്ര ആർ തീറ്റ ഫൈ എൽ സെറ്റ് കെറ്റ് ആൽഫ എന്ന് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ, ഇക്വേഷൻ നമ്പർ 21A എന്ന് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ടേം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്താൽ വളരെ ലളിതമായിട്ട് നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ അപ്പോൾ അതിന് നമ്മൾ പൊസിഷൻ സ്പേസ് വേവ് ഫംഗ്ഷനും മൊമെൻറ്റം സ്പേസ് വേവ് ഫംഗ്ഷനും ഒക്കെ പൊസിഷൻ ബേസിസും
പൊസിഷൻ റെപ്രസെൻറ്റേഷനും മൊമെൻറ്റം റെപ്രസെൻറ്റേഷനും ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ആ മൊമെൻറ്റം റെപ്രസെൻറ്റേഷനും പൊസിഷൻ റെപ്രസെൻറ്റേഷനും തമ്മിലുള്ള കണക്ഷൻ ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഐഡൻറ്റിറ്റി റെപ്രസെൻറ്റ് ചെയ്തു. നമ്മൾ 1 ഡയമെൻഷനിലാണ് ഡിസ്കസ് ചെയ്തത്. ബ്ര എക്സ് പ്രൈം പി എക്സ് ആൽഫ ഈക്വൽ ടു മൈനസ് ഐ എച്ച് ക്രോസ് ഡോ ബൈ ഡോ എക്സ് പ്രൈം ആൽഫ. ഇങ്ങനെ ഒരു ഐഡൻറ്റിറ്റി നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇത് ഫണ്ടമെൻ്റൽ കൺസെപ്റ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ ഇങ്ങനൊരു ഐഡൻറ്റിറ്റി പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെന്താ സംഭവം? മൈനസ് ഐ എച്ച് ക്രോസ് ഡോ ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പി എക്സ് പ്രൈം, പി എക്സ് എന്ന് പറയുന്ന ഓപ്പറേറ്ററിനെ നമ്മളുടെ പൊസിഷൻ ബേസിസിൽ, ഇൻ ടേംസ് ഓഫ് പൊസിഷൻ ബേസിസിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്തതാണ് ഈ ഒരു പി എക്സ് എന്ന് പറയുന്ന ഇത്. അപ്പോൾ പി എക്സ് പ്രൈം ബ്ര എക്സ് പ്രൈം ആൽഫ എന്ന് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പി എന്ന് പറയുന്ന ഓപ്പറേറ്ററിന് പകരം മൈനസ് ഐ എച്ച് ക്രോസ് ഡോ ബൈ ഡോ എക്സ് എന്നൊക്കെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് റെപ്രസെൻറ്റേഷൻ. പൊസിഷൻ ബേസിസിൽ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക? അപ്പോൾ ഇവിടെ ഇത് ശ്രദ്ധിച്ചാൽ മതി. ബ്ര എക്സ് പ്രൈം പി എക്സ് ആൽഫ ഈസ് ദിസ് ക്വാണ്ടിറ്റി. അതായത് നമ്മുടെ എക്സ് പ്രൈം എന്ന് പറയുന്നത് പൊസിഷൻ സ്പേസ് ആണ്, പൊസിഷൻ ഐഗൺ കെറ്റാണ്. കെറ്റ് ആൽഫ എന്ന് പറയുന്നത് ഒരു ആർബിട്രറി കെറ്റാണ്. ഈ ഒരു ക്വാണ്ടിറ്റി കണ്ടുപിടിക്കുമ്പോൾ ദാറ്റ് വിൽ ബി ഈക്വൽ ടു പി എക്സ് പ്രൈം ഓഫ് ഇൻറ്റു എക്സ് പ്രൈം ആൽഫ. ഈ ഒരു റിസൾട്ട് ഇക്വേഷൻ നമ്പർ 23 എന്ന് കൊടുക്കുക. ഈ ഒരു റിസൾട്ട് നമ്മൾ ഈ റിസൾട്ടിലേക്ക് അബ്സോർബ് ചെയ്യുകയാണെങ്കിൽ, അതായത് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും: ആർ തീറ്റ ഫൈ എൽ സെറ്റ് പി എക്സിന് പകരം എൽ സെറ്റ് കെറ്റ് ആൽഫ. ഓക്കെ, ഇത് പൊസിഷൻ സ്പേസ് തന്നെയാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതാം: എൽ സെഡിനെ പൊസിഷൻ സ്പേസിൽ ആർ തീറ്റ ഫൈയുടെ രൂപത്തിൽ റെപ്രസെൻ്റ് ചെയ്യാം ഇൻറ്റു ആർ തീറ്റ ഫൈ ആൽഫ. ഓക്കെ, ഇങ്ങനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എൽ സെറ്റ് ഇൻ ടേംസ് ഓഫ് ആർ തീറ്റ ഫൈ വെക്റ്റർ എക്സ് പ്രൈം ആൽഫ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. ഇക്വേഷൻ നമ്പർ 23. ഓക്കെ, അപ്പോൾ ഈ എൽ സെഡ് നമുക്ക് കണ്ടുപിടിക്കണം. എൽ സെഡിനെ ആർ തീറ്റ ഫൈയിൽ റെപ്രസെൻ്റ് ചെയ്യണം. അതാണ് നമുക്ക് ആവശ്യം. എങ്ങനെ നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? എൽ സെഡ് എന്ന് പറയുന്നത് എക്സ് പി വൈ മൈനസ് വൈ പി എക്സ്, ഇതാണ് എൽ സെഡ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇങ്ങനെ എഴുതാം: പൊസിഷൻ സ്പേസിലാവുമ്പോൾ എക്സ് ഇൻറ്റു മൈനസ് ഐ എച്ച് ക്രോസ് ഡോ ബൈ ഡോ വൈ പ്രൈം മൈനസ് വൈ, നമുക്ക് വൈ പ്രൈം എന്ന് കൊടുക്കാം, വാല്യൂ എക്സ് പ്രൈം. വാല്യൂസ് ആയിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ എക്സ് പ്രൈം എന്നാണ്. ഓപ്പറേറ്റർ ആയിട്ട് എഴുതുമ്പോൾ എക്സ്. ഇപ്പോൾ വൈ പ്രൈം എന്ന് റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഡോ ബൈ ഡോ എക്സ് പ്രൈം, ഇതാണ് അതിൻ്റെ ഒരു ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഓപ്പറേറ്ററായിട്ട് റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ എക്സ് എന്നുള്ള ഓപ്പറേറ്റർ, അതിൻ്റെ ഐഗൺ വാല്യൂ എന്ന് പറയുന്നത് വൈ പ്രൈം ആണെന്ന് ഓർത്ത് വയ്ക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഡോ ബൈ ഡോ വൈ പ്രൈമും ഡോ ബൈ ഡോ എക്സ് പ്രൈമും ഐഡൻറ്റിഫൈ ചെയ്യണം. എന്നിട്ട് എൽ സെഡിനെ സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ്സിൽ ആർ തീറ്റ ഫൈവിൽ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഡോ എക്സ് എന്ന് പറയുന്നത് ആർ സൈൻ തീറ്റ കോസ് ഫൈ, ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. വൈ ഇസ് ഈക്വൽ ടു ആർ സൈൻ തീറ്റ സൈൻ ഫൈ. സെഡ് ഇസ് ഈക്വൽ ടു ആർ കോസ് തീറ്റ, ഇതെല്ലാവർക്കും അറിയുന്നതാണ്. സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ്സിൽ നമ്മൾ ഇങ്ങനെയാണ് എക്സ് വൈ സെഡ് റെപ്രസെൻ്റ് ചെയ്യുക, സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ്സിൽ. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് ഈ എൽ സെഡിനെ റീറൈറ്റ് ചെയ്ത് എഴുതാം. എൽ സെഡിനെ റീറൈറ്റ് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് ഡോ ബൈ ഡോ വൈ പ്രൈമും ഡോ ബൈ ഡോ എക്സ് പ്രൈമും ഇൻ ടേംസ് ഓഫ് തീറ്റ ഫൈവിൽ നമുക്ക് കിട്ടണം. അപ്പോൾ നമ്മൾ ഡോ ബൈ ഡോ വൈ പ്രൈം എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും: വൈ പ്രൈം ബൈ, അല്ലെങ്കിൽ സോറി, ഡോ ബൈ ഡോ വാർ ഇൻറ്റു ഡോ വാർ ബൈ ഡോ വൈ പ്രൈം പ്ലസ് ഡോ ബൈ ഡോ തീറ്റ
ഇൻറ്റു ഡോ തീറ്റ ബൈ ഡോ വൈ പ്രൈം പ്ലസ് ഡോ ബൈ ഡോ സെറ്റ് ഇൻറ്റു ഡോ ബൈ ഡോ ഫൈ ഇൻറ്റു ഡോ ഫൈ ബൈ ഡോ വൈ പ്രൈം. ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഡോ ആർ ബൈ ഡോ വൈ പ്രൈം എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും വൈ പ്രൈം ബൈ ആർ ഡോ ബൈ ഡോ ആർ പ്ലസ് വൈ പ്രൈം കോട്ട് തീറ്റ ബൈ ആർ സ്ക്വയർ ഡോ ബൈ ഡോ തീറ്റ മൈനസ് കോസ് ഫൈ ഡിവൈഡഡ് ബൈ ആർ സൈൻ തീറ്റ ഇൻറ്റു ഡോ ബൈ ഡോ ഫൈ. ഇതിന് ഇക്വേഷൻ നമ്പർ 25 എന്ന് കൊടുക്കുക. ഓക്കെ, ഇത് കിട്ടി. ഡോ ബൈ ഡോ വൈ പ്രൈം കിട്ടി. അതുപോലെ തന്നെ ഡോ ബൈ ഡോ എക്സ് പ്രൈം എന്ന് പറയുന്നത് ഞാൻ അതിലേക്ക് ഡോ ബൈ ഡോ ആർ ഇൻറ്റു ഡോ ആർ ബൈ ഡോ എക്സ് പ്രൈം പ്ലസ് ഡോ ബൈ ഡോ തീറ്റ ഇൻറ്റു ഡോ തീറ്റ ബൈ ഡോ എക്സ് പ്രൈം പ്ലസ് ഡോ ബൈ ഡോ ഫൈ ഇൻറ്റു ഡോ ഫൈ ബൈ ഡോ എക്സ് പ്രൈം എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ അതിൽ നിന്ന് റീഅറേഞ്ച് ചെയ്ത് നമുക്ക് ഇങ്ങനെ റിസൾട്ട് കിട്ടും. ഡോ ബൈ ഡോ എക്സ് പ്രൈം ഇസ് ഈക്വൽ ടു എക്സ് പ്രൈം ബൈ ആർ ഡോ ബൈ ഡോ ആർ പ്ലസ് എക്സ് പ്രൈം കോട്ട് തീറ്റ ബൈ ആർ സ്ക്വയർ ഡോ ബൈ ഡോ തീറ്റ മൈനസ് സൈൻ ഫൈ ഡിവൈഡഡ് ബൈ ആർ സൈൻ തീറ്റ ഇൻറ്റു ഡോ ബൈ ഡോ ഫൈ. ഇക്വേഷൻ നമ്പർ 26 എന്ന് കൊടുക്കുക. ഓക്കെ, ഇക്വേഷൻ നമ്പർ 24 നമുക്ക് ഇങ്ങനെ കൊടുക്കാം. എൽ സെറ്റ് എന്ന് പറയുന്നത് എക്സ് പ്രൈം പി വൈ മൈനസ് വൈ പ്രൈം പി എക്സ്. ഇതാണ് നമ്മൾ എഴുതിയത്. എക്സ് പ്രൈം ഡോ ബൈ അല്ലെങ്കിൽ എക്സ് പ്രൈം ഇൻറ്റു മൈനസ് ഐ എച്ച് ക്രോസ് ഡോ ബൈ ഡോ വൈ പ്രൈം മൈനസ് വൈ പ്രൈം ഇൻറ്റു മൈനസ് ഐ എച്ച് ക്രോസ് ഡോ ബൈ ഡോ എക്സ് പ്രൈം. അപ്പോൾ മൈനസ് ഐ എച്ച് ക്രോസ് പുറത്തേക്ക് എടുക്കുമ്പോൾ എക്സ് പ്രൈം ഡോ ബൈ ഡോ വൈ പ്രൈം മൈനസ് വൈ പ്രൈം ഡോ ബൈ ഡോ എക്സ് പ്രൈം എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഈ ഡോ ബൈ ഡോ വൈ പ്രൈമും ഡോ ബൈ ഡോ എക്സ് പ്രൈമും 25-ലും 26-ലും കിട്ടിയിട്ടുണ്ട്. അതെടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതെടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2-3 സ്റ്റെപ്പുകളേ ഉള്ളൂ. ആ റിസൾട്ട് എന്ന് പറയുന്നത് മൈനസ് ഐ എച്ച് ക്രോസ് ഡോ ബൈ ഡോ ഫൈ എന്ന് വരും. എൽ സെറ്റ് ഇൻ ടേംസ് ഓഫ് ആർ തീറ്റ ഫൈ. ക്ലിയർ? സോ നമുക്കിപ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ട് വെക്റ്റർ എക്സ് പ്രൈം എൽ സെറ്റ് ആൽഫ ഈസ് ഈക്വൽ ടു എൽ സെറ്റ് ഇൻ ആർ തീറ്റ ഫൈ ഇൻറ്റു എക്സ് പ്രൈം ആൽഫ. അപ്പോൾ നമുക്ക് മൈനസ് ഐ എച്ച് ക്രോസ് ഡോ ബൈ ഡോ ഫൈ ഇൻറ്റു ബ്രാ എക്സ് പ്രൈം വെക്റ്റർ എക്സ് പ്രൈം ആൽഫ. ഇക്വേഷൻ നമ്പർ 27 കൊടുക്കുക. ഓക്കെ, എൽ സെഡ് നമ്മൾ എൽ സെഡിൻ്റെ നമ്മൾ മാട്രിക്സ് എലമെൻറ്റ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്തു. പൊസിഷൻ ബേസിസിലുള്ള എൽ സെഡിൻ്റെ വാല്യൂ നമ്മൾ സ്പെസിഫൈ ചെയ്തു. ഇനി ഇതേ രൂപത്തിൽ നമ്മൾ എൽ സെഡ് ഇപ്പോൾ നമ്മൾ റൊട്ടേഷൻ നടത്തിയത് എങ്ങനെയാണ്? റൊട്ടേഷൻ അബൌട്ട് സെഡ് ആക്സിസ് ബൈ എ ഫൈനൈറ്റ് ഇൻഫിനിറ്റ്സിമൽ ആംഗിൾ ഡെൽറ്റ ഫൈ. ഇതാണ് നമ്മൾ എടുത്തത്. അപ്പോൾ നമ്മൾ ഇനി വേറൊരു റൊട്ടേഷൻ നടത്താമെന്ന് വിചാരിച്ചോ. റൊട്ടേഷൻ അബൌട്ട് എക്സ് ആക്സിസ് by an angle delta phi x. It is not phi അല്ല, ഡെൽറ്റ ഫൈ എക്സ് ആംഗിളിലാണ് നമ്മൾ റൊട്ടേഷൻ നടത്തുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് റൊട്ടേഷൻ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇക്വേഷൻ നമ്പർ 21 നമ്മൾ എഴുതിയിട്ടുണ്ട്.
നമുക്ക് ആ ഓപ്പറേറ്റർ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? 1 മൈനസ് ഐ ഡെൽറ്റ ഫൈ എക്സ് ഡിവൈഡഡ് ബൈ എച്ച് ക്രോസ് എൽ എക്സ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഇതാണ് റൊട്ടേഷൻ ഓപ്പറേറ്റർ വരും ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ റൊട്ടേറ്റഡ് പൊസിഷൻ സ്പേസ് വേവ് ഫംഗ്ഷൻ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? റൊട്ടേറ്റഡ് പൊസിഷൻ സ്പേസ് വേവ് ഫംഗ്ഷൻ നമ്മൾ ഇക്വേഷൻ നമ്പർ അനലോഗി വിത്ത് ഇക്വേഷൻ നമ്പർ 21. ഇക്വേഷൻ നമ്പർ 21 ഓർമ്മയുണ്ടോ? അവിടെ സെഡ് ആണ്, എബൌട്ട് സെഡ് ആക്സിസ് ആണ്, ഡെൽറ്റ ഫൈ ആണ് ആംഗിൾ. അപ്പോൾ നമ്മൾ ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് നമുക്ക് ഓർമ്മയുണ്ടോ? ബ്രാ എക്സ് പ്രൈം വൈ പ്രൈം സെഡ് പ്രൈം 1 മൈനസ് ഐ ഡെൽറ്റ ഫൈ എൽ സെഡ് ഡിവൈഡഡ് ബൈ എച്ച് ക്രോസ് ket alpha is written as bra x prime plus y prime delta phi y prime minus x prime delta phi z prime ket alpha. ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തത്. ഇതിന് അനലോഗി ഈ ഇക്വേഷൻ നമ്പർ 21 അനലോഗി ആയിട്ട് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇതിന് കമ്പയർ ചെയ്തിട്ട് നമുക്ക് ബ്രാ എക്സ് പ്രൈം y prime z prime 1 minus I delta phi divided by h cross Lx ket alpha. Lx ആയതുകൊണ്ട് എക്സിൻ്റെ ഐഗൺ വാല്യൂ വ്യത്യാസം വരില്ല. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ എക്സ് പ്രൈം തന്നെ കൊടുക്കാം. പിന്നെ സൈക്ലിക് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ y പ്രൈം പ്ലസ് എക്സ് പ്രൈം ഡെൽറ്റ ഫൈ എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. y പ്രൈം പ്ലസ് സെഡ്, അതായത് നമ്മൾ എക്സ് പ്രൈം എഴുതി, y പ്രൈം നമ്മൾ എഴുതുമ്പോൾ y പ്രൈം പ്ലസ് സെഡ് പ്രൈം ഡെൽറ്റ ഫൈ എക്സ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യണം. കാരണം ഇതിന് അനലോഗിയായിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക കോമ z പ്രൈം മൈനസ് y പ്രൈം ഡെൽറ്റ ഫൈ എക്സ് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം ഇൻറ്റു ആൽഫ. ഇത് ഇക്വേഷൻ നമ്പർ 28. ഇതിന് മുമ്പായിട്ട് ഈ ഒരു റിസൾട്ട് അവിടെ നിൽക്കട്ടെ. അതിന് മുമ്പായിട്ട് നമ്മൾ പറയാൻ വിട്ടുപോയൊരു കാര്യം ഉണ്ടായിരുന്നു, അതൊന്ന് റെപ്രസെൻറ്റ് ചെയ്തിട്ട് പോവാം. നമ്മൾ ആർ തീറ്റ ഫൈ 1 മൈനസ് ഐ ഡെൽറ്റ ഫൈ ഡിവൈഡഡ് ബൈ എച്ച് ക്രോസ് എൽ സെഡ് കെറ്റ് ആൽഫ എന്ന് പറയുന്നത് നമ്മൾ ഇക്വേഷൻ നമ്പർ 22 നിന്ന് ഇക്വേഷൻ നമ്പർ 22 പ്രകാരം നമ്മൾ എഴുതിയിരുന്നത് ബ്രാ ആർ തീറ്റ ഫൈ ആൽഫ കെറ്റ് ആൽഫ മൈനസ് ഐ ഡെൽറ്റ ഫൈ ഡിവൈഡഡ് ബൈ എച്ച് ക്രോസ് ബ്രാ ആർ തീറ്റ ഫൈ എൽ സെഡ് ആൽഫ എന്നുള്ളതാണ്. ഈ ബ്രാ ആർ തീറ്റ ഫൈ എൽ സെഡ് ആൽഫ എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. ഇക്വേഷൻ നമ്പർ 27 പ്രകാരം നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ റിസൾട്ട് എന്ത് വരും? ബ്രാ ആർ തീറ്റ ഫൈ കെറ്റ് ആൽഫ മൈനസ് ഐ ഡെൽറ്റ ഫൈ ഡിവൈഡഡ് ബൈ എച്ച് ക്രോസ് ഇൻറ്റു മൈനസ് ഐ എച്ച് ക്രോസ് ഡോ ബൈ ഡോ ഫൈ ബ്രാ ആർ തീറ്റ ഫൈ ആൽഫ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം ബ്രാ ആർ തീറ്റ ഫൈ കെറ്റ് ആൽഫ ഐ സ്ക്വയർ മൈനസ് 1 ആയി മൈനസ് ഡെൽറ്റ ഫൈ ഇൻറ്റു ഡോ ബൈ ഡോ ഫൈ ബ്രാ ആർ തീറ്റ ഫൈ ആൽഫ. ഇതാണ് ഇക്വേഷൻ നമ്പർ 29. അല്ലെങ്കിൽ ഇതിനെ ഇക്വേഷൻ നമ്പർ 29 എന്ന് റെപ്രസെൻറ്റ് ചെയ്യുക, ഇതിനെ ഇക്വേഷൻ നമ്പർ 28 എന്ന് റെപ്രസെൻറ്റ് ചെയ്യുക. കാരണം ഇത് പറഞ്ഞിട്ട് വേണമായിരുന്നു നമ്മളിത് പറയാൻ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഈ റൊട്ടേഷൻ ഓപ്പറേറ്റർ
പൊസിഷൻ സ്പേസിലുള്ള റൊട്ടേറ്റഡ് പൊസിഷൻ സ്പേസിലുള്ള വേവ് ഫംഗ്ഷൻ. അതായത് നമ്മൾ ഫൈ ആംഗിൾ ഡെൽറ്റ ഫൈ ഇൻഫിനിറ്റ്സിമൽ റൊട്ടേഷൻ നടക്കുമ്പോൾ നമ്മളുടെ പൊസിഷൻ സ്പേസ് വേവ് ഫംഗ്ഷന് വ്യത്യാസം വരുന്നത് ഇങ്ങനെയാണ്. ദിസ് ഈസ് ദ റൊട്ടേറ്റഡ് പൊസിഷൻ സ്പേസ് വേവ് ഫംഗ്ഷൻ. Okay, and if you are rotating about delta about x-axis with an angle delta phi x, then the rotated position space wave function can be represented as bra x prime y prime plus z prime delta phi x minus z prime minus y delta phi x ket alpha എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം, which is equation number 29. ഓക്കെ, ക്ലിയർ? ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിലും ഇതേ രൂപത്തിൽ തന്നെ നമ്മളുടെ ഈ എൽ എച്ച് എസ് നോക്കുമ്പോൾ ഇവിടെ എൽ എക്സ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ ആണുള്ളത്. അപ്പോൾ ആ എൽ എക്സ് ഓപ്പറേറ്റർ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾക്ക് ഇതേപോലെ തന്നെ സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ്സിൽ എൽ എക്സും ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. എൽ എക്സ് പൊസിഷൻ ബേസിസിൽ, അതായത് ഇറ്റ് ഈസ് ഇൻ ആർ തീറ്റ, ഇറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് ആർ തീറ്റ ഫൈ. ദിസ് ക്യാൻ ബി റിപ്രസെൻറ്റഡ് ആസ്, ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ സ്റ്റെപ്പിലേക്ക് കിടക്കുന്നില്ല, നമുക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. ഐ എച്ച് ക്രോസ് sin phi dou by dou theta plus cot theta cos phi dou by dou phi, and Ly in terms of r theta phi is minus, നമുക്ക് ഇതിനെ മൈനസ് ഐ എച്ച് ക്രോസ് എന്ന് എഴുതാം, ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും. മൈനസ് ഐ എച്ച് ക്രോസ് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തു, കാരണം നമ്മൾ എൽ സെഡ് എഴുതിയപ്പോൾ ഒരു മൈനസ് ഐ എച്ച് ക്രോസ് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ രൂപത്തിൽ തന്നെ ഇത് എഴുതി. എൽ വൈ എഴുതുമ്പോൾ മൈനസ് ഐ എച്ച് ക്രോസ് ബ്രാക്കറ്റ് കോസ് ഫൈ ഇൻറ്റു ഡോ ബൈ ഡോ തീറ്റ മൈനസ് കോട്ട് തീറ്റ സൈൻ ഫൈ dou by dou phi. For detailed derivation you can refer V.K. Thangapan, second edition. Theory of angular momentum എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്, അത് റെഫർ ചെയ്താൽ ഇതിൻ്റെ ഈ ഒരു മാത്തമാറ്റിക്കൽ സ്റ്റെപ്പ് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ എൽ എക്സ് കണ്ടുപിടിക്കാമെങ്കിൽ നമുക്ക് ഇങ്ങനൊരു ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാം. ബ്രാ ആർ തീറ്റ ഫൈ എൽ എക്സ് കെറ്റ് ആൽഫ എന്ന് പറയുന്നത് എൽ എക്സ് ഇൻ ടേംസ് ഓഫ് ആർ തീറ്റ ഫൈ ബ്രാ ആർ തീറ്റ ഫൈ ആൽഫ എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇവിടെ എൽ എക്സിന് പകരം മൈനസ് ഐ എച്ച് ക്രോസ് മൈനസ് സൈൻ ഫൈ ഡോ ബൈ ഡോ തീറ്റ മൈനസ് കോട്ട് തീറ്റ കോസ് ഫൈ ഡോ ബൈ ഡോ ഫൈ ഇങ്ങനെ റെപ്രസെൻറ്റ് ഇൻറ്റു ബ്രാ ആർ തീറ്റ ഫൈ കെറ്റ് ആൽഫ. നമുക്കതിനെ ഇക്വേഷൻ നമ്പർ ഇത് ഇക്വേഷൻ നമ്പർ 30 എന്ന് കൊടുക്കാം, ഇത് ഇക്വേഷൻ നമ്പർ 31 എന്ന് കൊടുക്കാം, ഇത് ഇക്വേഷൻ നമ്പർ 30A എന്ന് കൊടുക്കാം. ഓക്കെ, സിമിലർലി യു ക്യാൻ റൈറ്റ് ബ്രാ ആർ തീറ്റ ഫൈ എൽ വൈ ket alpha is equal to minus IH cross this bracket into bra r theta phi ket alpha. ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും. ഇക്വേഷൻ നമ്പർ 32 ഇതുകൊണ്ട് നേരിട്ട് എഴുതിയാൽ മതി. ഓക്കെ, ക്ലിയർ? അപ്പോൾ അത് കിട്ടി. ഇത് കിട്ടിക്കഴിഞ്ഞാൽ
അപ്പോൾ നമ്മൾ എൽ എക്സിൻ്റെ മാട്രിക്സ് എൽ എക്സിനെ പൊസിഷൻ സ്പേസിൽ റെപ്രസെൻറ്റ് ചെയ്തു. ഒരു ഒരു പർട്ടിക്കുലർ ഐഗൺ സ്റ്റേറ്റ് കെറ്റ് ആൽഫയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എൽ എക്സ്, എൽ വൈ, എൽ സെറ്റ് ഇത് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തു. നമ്മൾ ഇനി റെപ്രസെൻറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ലാഡർ ഓപ്പറേറ്റേഴ്സ് ആണ്. എൽ പ്ലസ് ഓർ മൈനസ് എൽ, ദിസ് ഈസ് എൽ എക്സ് പ്ലസ് ഓർ മൈനസ് ഐ എൽ വൈ. ഓക്കെ, അപ്പം ഇതും നമുക്ക് പൊസിഷൻ സ്പേസിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ആർ തീറ്റ ഫൈയുടെ രൂപത്തിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് റിസൾട്ട് വിൽ ബി, അതും കുറച്ച് 2-3 സ്റ്റെപ്പ് മാത്തമാറ്റിക്കൽ സ്റ്റെപ്പുകൾ നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. വളരെ സിമ്പിളാണ്, ചെയ്തു നോക്കാവുന്നതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് അല്ലാത്തതുകൊണ്ട് നമ്മളത് റെപ്രസെൻറ്റ് ചെയ്യുന്നില്ല. യു ക്യാൻ റൈറ്റ് മൈനസ് ഐ എച്ച് ക്രോസ് ഇ റൈസ് ടു പ്ലസ് ഓർ മൈനസ് ഐ ഫൈ bracket plus or minus I dou by dou theta minus cot theta dou by dou phi, which is equation number 32A. അല്ലെങ്കിൽ ഇക്വേഷൻ നമ്പർ എ എന്ന് കൊടുത്തു. നമുക്ക് ഇക്വേഷൻ നമ്പർ 33 എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മളുടെ റിസൾട്ട് എന്ന് പറയുന്ന എൽ പ്ലസ് ഓർ മൈനസിനെ പൊസിഷൻ സ്പേസിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ബ്ര വെക്റ്റർ എക്സ് പ്രൈം എൽ പ്ലസ് ഓർ മൈനസ് കെറ്റ് ആൽഫ ക്യാൻ ബി റിട്ടൺ ആസ് മൈനസ് ഐ എച്ച് ക്രോസ് e raised to plus or minus I phi plus or minus I dou by dou theta cot theta minus cot theta dou by dou phi bra vector x prime alpha. Equation number 34. Okay, then we can find out L square. എൽ സ്ക്വയർ പല രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാം. എൽ സ്ക്വയർ എന്ന് പറയുന്നത് എൽ എക്സ് സ്ക്വയർ പ്ലസ് എൽ വൈ സ്ക്വയർ പ്ലസ് എൽ സെഡ് സ്ക്വയർ ഈ രൂപത്തിൽ റെപ്രസെൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ കുറച്ചും കൂടി മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത് എൽ സെഡ് സ്ക്വയർ പ്ലസ് 1/2 ഇൻറ്റു എൽ പ്ലസ് L minus plus L minus L plus. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എൽ സ്ക്വയറിനെ ഇൻ ടേംസ് ഓഫ് ആർ തീറ്റ ഫൈ പൊസിഷൻ സ്പേസിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്താൽ യു വിൽ ഗെറ്റ് എ റിസൾട്ട് ലൈക്ക് ദിസ്: മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ഇൻറ്റു 1/sin സ്ക്വയർ തീറ്റ ഡോ സ്ക്വയർ ബൈ dou phi square plus 1/sin theta dou by dou theta sin theta dou by dou theta. Okay, so we can write the position space il nammal represent cheyumbo vector x prime L square ket alpha is equal to minus h cross square ഈ ബ്രാക്കറ്റിലുള്ള ടേം ഇൻറ്റു വെക്റ്റർ എക്സ് പ്രൈം ആൽഫ എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഇക്വേഷൻ നമ്പർ 35. ഓക്കെ, ഇതിൽ നമ്മൾ ലാപ്ലേഷ്യൻ ഓപ്പറേറ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ലാപ്ലേഷ്യൻ ഓപ്പറേറ്റർ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ്. ഡെൽ സ്ക്വയർ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റിൽ ഡെൽ സ്ക്വയർ എന്ന് പറയുന്ന ഓപ്പറേറ്റർ നമ്മൾ 1/r square sin theta into sin theta
ഡോ ബൈ ഡോ വാർ ഓഫ് ആർ സ്ക്വയർ ഡോ ബൈ ഡോ വാർ പ്ലസ് ഡോ ബൈ ഡോ തീറ്റ സൈൻ തീറ്റ ഡോ ബൈ ഡോ തീറ്റ പ്ലസ് 1 ബൈ സൈൻ തീറ്റ ഡോ സ്ക്വയർ ബൈ ഡോ ഫൈ സ്ക്വയർ. അപ്പോൾ നമ്മൾ ആ സൈൻ തീറ്റനെ അകത്തേക്ക് എടുത്താൽ നമുക്ക് ഇവിടെ കിട്ടിയ റിസൾട്ട് ഉണ്ടല്ലോ, ഈ റിസൾട്ടിൽ നമുക്ക് കാണാൻ പറ്റും ഒരു 1/r² ടൈം കുറവുണ്ട്. 1/r² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടില്ല. മാത്രമല്ല ഒരു റേഡിയൽ പാർട്ട് മിസ്സിംഗ് ആണ്. ഈ റേഡിയൽ പാർട്ടും 1/r² മാറ്റി വെച്ചാൽ നമുക്ക് കിട്ടുക ലാപ്ലേഷ്യൻ്റെ ആംഗുലർ ഓപ്പറേറ്റർ ആയിട്ടാണ്, ആംഗുലർ പാർട്ടായിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും, എക്സെപ്റ്റ് ദ ആബ്സെൻസ് ഓഫ് 1/r². അല്ലെങ്കിൽ അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, അപ്പാർട്ട് ഫ്രം 1/r², bra vector x prime L square ket alpha is the angular part of Laplacian operator. ക്ലിയർ? അപ്പം അതുകൊണ്ട് തന്നെ L² എന്ന് പറയുന്ന ടേം നമുക്ക് ഇവിടെ ഈ ആംഗുലർ പാർട്ട് മാത്രമായിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു 1/r² വ്യത്യാസമുണ്ട്. ഇതാണ് നമ്മൾ ഡിറൈവ് ചെയ്തെടുത്ത കാര്യം. ഇതേ ഡെറിവേഷൻ തന്നെ നമുക്കിപ്പോൾ കിട്ടിയ ഈ ഡെറിവേഷൻ തന്നെ, ഇക്വേഷൻ നമ്പർ 35 തന്നെ നമ്മൾ മറ്റൊരു മെത്തേഡിൽ ഡിറൈവ് ചെയ്യാൻ സാധിക്കും. ആ മെത്തേഡ് നമ്മൾ അടുത്ത ലെക്ചറിൽ ഡിസ്കസ് ചെയ്യും. അതുവരെ വെയിറ്റ് ചെയ്യുക. താങ്ക് യു.